നിഖിലേ, ആ ബാലൻസ് പേയ്മെൻറ്റ് ചേട്ടാ ഇച്ചിരി റേറ്റ് ആയി പോയി. ഒരു 2 ദിവസം ഞാൻ സെറ്റാക്കി തരാം കേട്ടോ. അതെ, ഇച്ചിരി കട്ട് ചെയ്തു. അതാണ് ഈ പഴമക്കാർ പറയുന്നത്, കടം കൊടുക്കരുത്, കടം വാങ്ങരുത്. പക്ഷേ ഒരു ബിസിനസ്സൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ചിലപ്പം കടം കൊടുക്കേണ്ടതായിട്ട് വരും, കടം പറയേണ്ടതായിട്ട് വരും. അത് സാധാരണമാണ്. ഒരു ശരാശരി മനുഷ്യൻ്റെ ജീവിതത്തിൽ കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും കടം പറയുന്നതും ഒക്കെ വളരെ നോർമലാണ്. ഇനിയിപ്പോൾ ഒരു സ്കൂളിലാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ട്യൂഷൻ ടീച്ചറാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡാൻസ് ടീച്ചറാണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഇൻസ്റ്റാൾമെൻറ്റിലായിരിക്കും ഇവർ ഫീസൊക്കെ കളക്ട് ചെയ്യുക. അതുമല്ല, ഇനിയിപ്പോൾ കൂട്ടുകാർ തമ്മിലാണെങ്കിലും നമ്മൾ കടം കൊടുക്കുകയും കടം വാങ്ങുകയൊക്കെ ചെയ്യുന്നത് സർവ്വസാധാരണമല്ലേ. ശരിക്കും പറഞ്ഞാൽ പ്രോബ്ലം എന്ന് പറയുന്നത് കടം കൊടുക്കുന്നതല്ല, അത് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വേണ്ട കേട്ടോ. ലെൻഡ എന്ന് പറഞ്ഞൊരു വാട്സപ്പിൻ്റെ സർവീസ് വന്നിട്ടുണ്ട്. വാട്സപ്പിൽ തന്നെ നമുക്ക് റിമൈൻഡർ സെറ്റ് ചെയ്യാം. ലെൻഡ റിമൈൻഡർ വന്ന അന്നേരം ഒറ്റ ക്ലിക്ക് കൊണ്ട് വാട്സപ്പിൽ റിപ്ലൈ കൊടുക്കാം. പൈസ കൊടുത്താൽ പെയ്ഡ് എന്ന് പറയാം. പൈസ കൊടുക്കാൻ കൂടുതൽ സമയം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം. കൂടുതൽ സമയം വേണമെന്നുണ്ടെങ്കിൽ എന്ന് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ള ഡേറ്റ് സെറ്റ് ചെയ്യണം. ആ ഡേറ്റിൽ തന്നെ ലെൻഡ നമ്മളെ ഓർമ്മിപ്പിക്കും, നമുക്കന്ന് കൊടുത്താൽ മതി. പറയുന്ന വാക്ക് പാലിച്ചില്ലെന്നുണ്ടെങ്കിൽ ലെൻഡ സ്കോർ അഫക്റ്റഡ് ആവും. അപ്പോൾ പിന്നീട് നമുക്ക് കടം കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരും. നിങ്ങൾക്ക് കിട്ടാനുള്ളതും നിങ്ങൾ കൊടുക്കാനുള്ളതും എല്ലാം സമ്മറി ആയിട്ട് വാട്സപ്പിൽ തന്നെ ലെൻഡ നമുക്ക് തരികയും ചെയ്യും. ഇനിയിപ്പോൾ എനിക്ക് കുത്തിയിരുന്ന് ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ലെൻഡ തന്നെ നോക്കിക്കോളും.